അതായത് ഈ ഒരു ക്യാമറ നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലുള്ള അലൈൻ കീ ആവശ്യമാണ്. അപ്പോൾ അത് ഇവിടെ ഒരു അലൈൻ കീയുടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് കടത്തിയിട്ട് നമുക്കിങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും. ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്യാമറയുടെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് സിലിക്ക ജെൽ അവർ വെച്ചേക്കണ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ഫോഗൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിലിക്ക അവർ മാറ്റിത്തരും. അപ്പോൾ അത് ഇവിടെയായിട്ടാണ് ഈ ഒരു ക്യാമറയുടെ മെമ്മറി കാർഡ് ഇടുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഈ 2 സ്ക്രൂസ് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഇവിടെ ഓരോ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അഴിക്കുമല്ല ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നമുക്കത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്യാമറ ഇവിടെയും ഇങ്ങനെ തന്നെ തിരിച്ച് നമുക്ക് എങ്ങോട്ടും വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നമ്മൾ ആദ്യം ഈ ഒരു ക്യാമറ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പോർഷൻ കൊണ്ടുവന്നിട്ട് അടച്ചിട്ട് ഇതേപോലെ തന്നെ അലൈൻ കീ ഇട്ടിട്ട് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ ഈ ഒരു ക്യാമറ തിരിക്കണം എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാമറയിൽ നിന്ന് ഈ ഒരു പോർഷൻ മാറ്റണം, ഊരി മാറ്റിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് വയ്ക്കാൻ വേണ്ടി പോവോ, കള്ളനൊക്കെ തിരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇത് ഈ ഒരു സാധനം വേണം, എന്നാൽ മാത്രമേ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്യാമറ അഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും മഴയുള്ള ഒരു സമയത്തൊന്നും അഴിക്കരുത് കേട്ടോ. നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഈർപ്പം കയറിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ നമ്മൾ ലിഫ്റ്റിലൊക്കെ വെക്കുമ്പോഴാണ്. ലിഫ്റ്റിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ക്യാമറ ലിഫ്റ്റിൽ കയറുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കളയാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്നും ഈ ഒരു ക്യാമറയിൽ നടക്കില്ല. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നിങ്ങളിപ്പോൾ ഈ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, 38 സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് 5 കിലോ വെയിറ്റുള്ള ഒരു ഇരുമ്പ് കട്ടി ഈ ഒരു ക്യാമറയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടാലും ഈ ഒരു ക്യാമറ പൊട്ടിപ്പോവില്ല. എന്താ കാര്യം എന്നറിയോ? ഈ ഒരു ക്യാമറയിൽ IK10 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാമറകളുടെ ലോകത്ത് ഏറ്റവും കൂടിയ ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു ക്യാമറയാണ് ഇപ്പം നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതായത് നോക്കി, ഈ ഒരു ക്യാമറയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാവരും ഡോം ക്യാമറ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറ ആക്ച്വലി ടറന്റ് ക്യാമറ എന്നാണ് ശരിക്കും ഇതിൻ്റെ ടെക്നിക്കൽ നെയിം, ടറന്റ് ക്യാമറ. ഇതാണ് യഥാർത്ഥത്തിൽ ഡോം ക്യാമറ. പക്ഷേ ഞാൻ ഈ ഒരു ക്യാമറയുടെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഇതിനെ ഡോം ക്യാമറ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്തും ഡോം ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലുള്ള ക്യാമറകൾ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കും അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ എന്തായാലും അതെ, ഈ ഒരു ക്യാമറയാണ് നമ്മുടെ ഡോം ക്യാമറ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വീഡിയോ 1 വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ -27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു കോൾഡ് റൂമിൽ ഈ ഒരു ക്യാമറ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴും ആ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ -27 ഡിഗ്രി സെൽഷ്യസിൽ 1 വർഷമായിട്ട് ആരും ഓഫ് ചെയ്യാൻ പോലും ഇല്ലാതെ പാവം ആ ക്യാമറ തണുത്ത് മരവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും ആ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ക്യാമറ നിങ്ങളുടെ മുന്നിലേക്ക് ഇതിൻ്റെ ക്വാളിറ്റി പരിചയപ്പെടുത്താൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് മെറ്റൽ ബോഡിയാണ് ഈ ഒരു ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഒരു ഗുണം ഞാൻ പറയാം. നമ്മുടെ ഈ ഒരു സാധാരണ ക്യാമറ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധാരണ ക്യാമറ ഇതിനിപ്പോൾ ഓഫീസിലെല്ലാം വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഇത് പിരിച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എന്നെ കാണുന്ന രീതിയിൽ ഈ ഒരു ക്യാമറ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെൻസ് തിരിച്ചു വെച്ചേക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ച് വെച്ച് കളയാം. അത് മാനുവലായിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് തിരിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ഇപ്പോൾ പല സ്ഥലത്തും ഞങ്ങൾ ഓഫീസിലൊക്കെ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ആളുകൾ വന്നിട്ട് ഇങ്ങനെ, അതായത് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലുള്ള സ്റ്റാഫ് വന്നിട്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ക്യാമറ വെച്ചേക്കണം. അവർ പയ്യെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു പിരി അങ്ങോട്ടുള്ളൂ, ഇങ്ങനെ തിരിച്ചങ്ങ് വെച്ച് കളയും. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്യാമറയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഈ ഒരു ക്യാമറയുടെ ലെൻസ്, ഇതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് കവറിങ് ഒരിക്കലും നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ഭയങ്കര പാടാണ് ഈ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ. പിന്നെ ഈ ഒരു ക്യാമറ ഒരിക്കലും നമുക്കിങ്ങനെ ഭിത്തിയിലേക്ക് പിടിപ്പിച്ച് വെച്ചിട്ട് വ്യൂ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. സീലിംഗ് മൗണ്ടാണ് ഈ ഒരു ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ എപ്പോഴും സാധ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും വീടുകളിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ എടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വീടിൻ്റെ പുറത്ത്, അതായത് മഴ നനയുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക്
ഇപ്പോൾ വീട്ടിൽ നമ്മൾ ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറ വെക്കുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹ്യൂമിഡിറ്റി ഉള്ള അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള -27°C വരെ നമ്മൾ ഈ ഒരു ക്യാമറ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു വാട്ടർ ഇൻടേക്കോ ഒന്നുമില്ല. IP67 സ്റ്റാൻഡേർഡാണ്, യാതൊരു പ്രശ്നമില്ല. പിന്നെ ബോഡി വരുന്നത് മെറ്റൽ ബോഡിയാണ്. ഇൻസുലേഷൻ ചെയ്യുന്ന രീതിയിൽ ഇൻസുലേഷൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ 2 മെഗാപിക്സലാണ് ഈ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ വരുന്നത്, 2 MB, അതായത് 1920x1080 പിക്സലാണ് ഈ ഒരു ക്യാമറ വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ക്യാമറയുടെ ലെൻസ് വരുന്നത് 2.8 mm ലെൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്യാമറ നല്ല വൈഡർ ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ഓഫീസിലാണ് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ഓഫീസിൻ്റെ എൻറ്റയർ റൂം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം 106 ഡിഗ്രി വൈഡറാണ് ഈ ഒരു ക്യാമറ. വൈഡ് വ്യൂ വരുമ്പോൾ ഹൊറിസോണ്ടൽ വ്യൂ 106 ഡിഗ്രി, വെർട്ടിക്കൽ വ്യൂ 56 ഡിഗ്രിയാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒന്നും ആരും തിരിച്ചു വെച്ചോ ഒന്നും കളയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ, അടിച്ചു പൊട്ടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ATMലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് 3 ഫീച്ചറുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് WDR ആണ്, വൈഡ് ഡൈനാമിക് റേഞ്ച്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറ ഒരു കോറിഡോറിലാണ് വെച്ചേക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ കോറിഡോർ നമുക്കറിയാം, കോറിഡോറിൻ്റെ എൻഡിൽ അത്യാവശ്യം ഇരുട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മളൊരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കോറിഡോറിൽ നിന്ന് ആരെങ്കിലും ആ കോറിഡോറിലേക്ക് ആരെങ്കിലും ആ വെട്ടമുള്ള സ്ഥലത്ത് നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ ഫേസ് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് അതിനൊരു പ്രതിവിധിയായിട്ട് ഈ ഒരു ക്യാമറയിൽ WDR, അതായത് വൈഡ് ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അപ്പോൾ അത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെ നിന്ന് കയറി വരുന്ന ആ വെട്ടത്തിന് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു ക്യാമറ ഇതിൻ്റെ ലെൻസും അപ്പേർച്ചറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് ആളുടെ മുഖം കാണുന്ന രീതിയിലേക്ക് വരും. ഓക്കെ, 100% ഒന്നും ആയിരിക്കില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം കാണുന്ന രീതിയിൽ ഈ ഒരു ക്യാമറയ്ക്ക് അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാമറ നിങ്ങൾക്കറിയാം വയർലെസ് ക്യാമറ അല്ല. എന്നാൽ പോലും ഈ ഒരു ക്യാമറ നമുക്ക് മൊബൈലിലേക്ക്, ഈ ഒരു ക്യാമറ മാത്രം നിങ്ങൾ വാങ്ങിച്ചാലും അത് മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ചെയ്യാവുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വൈഫൈ അല്ലാത്തത് കൊണ്ട് ഈ RJ45 പോർട്ടിലൂടെ നമുക്ക് കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു DC പിന്നും കൂടെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് പവറും കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് POE ഇഞ്ചക്ടർ എന്നുള്ള ഒരു ഡിവൈസ് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഈ ഒരു ക്യാമറ എത്ര ദൂരത്താണെങ്കിലും നമുക്ക് പവർ ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ CP Plusന്റെ NVRകൾ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന മൊമെന്റ് വരെ അവരുടെ NVRകൾ ഒന്നും NVR ബേസ്ഡ് ആയിട്ട് ഇൻ്റലിജൻറ്റ് അനാലിസിസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഇൻ്റലിജൻറ്റ് അനാലിസിസ്? നമ്മുടെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഒക്കെ ഇല്ലേ, ക്യൂസെൻസ് ക്യാമറകളൊക്കെ ഇക്യൂഷനിലൊക്കെ ഇല്ലേ, അതുപോലെ ദഹുവയിലൊക്കെ വിസെൻസ് എന്നുള്ള മോഡൽ ക്യാമറകളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ ട്രൂപ്പ് വയറും ഇൻട്രൂഷൻ ഡിറ്റക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും NVR ബേസ്ഡ് ആയിട്ട് നമുക്ക് CP Plusൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ പറയണത് അവരുടെ സൈറ്റിലൊക്കെ എഴുതിയേക്കണമെന്ന് വെച്ചാൽ ബൈ NVR സപ്പോർട്ട് ചെയ്യില്ല, ബൈ ക്യാമറ സപ്പോർട്ട് ചെയ്യും എന്ന് പറയണം. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണിത്. അതായത് ട്രിപ്പ് വയർ പ്രൊട്ടക്ഷനും ഇൻട്രൂഷൻ ഡിറ്റക്ഷനും നമുക്ക് ഈ ഒരു ക്യാമറയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നമ്മുടെ NVR കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എനേബിൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഈ ട്രിപ്പ് വയർ പ്രൊട്ടക്ഷനും ഇൻട്രൂഷൻ ഡിറ്റക്ഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇനി നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അടിയിലായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നിട്ട് തന്നെ ജോയിൻ ഒരു ബട്ടൺ കൊടുത്തിട്ടില്ലേ, ആ ജോയിൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് അല്ലാതെയും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പ്രൈവറ്റ് വീഡിയോസാണ്. ആ പ്രൈവറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലാണ് നമ്മുടെ എല്ലാ കോൺഫിഗറേഷൻസും ഇങ്ങനെയുള്ള ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കോൺഫിഗറേഷൻസ് ചാപ്റ്റർ വൈസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ 256 GB മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് NVR ഇല്ലാതെയും ഈ ഒരു ക്യാമറ ഒറ്റയ്ക്ക് നമ്മൾ വാങ്ങിച്ചാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഓഫീസിലോ ഒക്കെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്കോ ഐപാഡിലേക്കോ ഐഫോണിലേക്കൊക്കെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 256 GB മെമ്മറി കാർഡാണ് ഇടുന്നതെന്ന് പറഞ്ഞു. H265 വീഡിയോ കംപ്രഷൻ ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ദിവസത്തേക്ക് റെക്കോർഡിങ്ങും ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് 256 GB ഇടുവാണെങ്കിൽ മോർ ദാൻ 2 weeks നമുക്ക് ഇതിനകത്ത് റെക്കോർഡിങ് സൂക്ഷിക്കാൻ കഴിയും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു -27°C വരെ ഞാൻ ഈ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. കാരണം ഈ ഒരു ക്യാമറയുടെ വർക്കിംഗ് ടെമ്പറേച്ചർ വരുന്നത് -40°C മുതൽ, അതായത് 0-ലും 40°C വരെ താഴേക്ക് പോകാൻ ഈ ഒരു ക്യാമറയ്ക്ക് പറ്റും.
അതുപോലെ തന്നെ 60°C വരെ ഈ ഒരു ക്യാമറ, അത്രയും കൂടിയ ടെമ്പറേച്ചറിൽ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു സ്പെക്ക് നോക്കിയിട്ടാണ് ഈ ഒരു ക്യാമറ അങ്ങനെ എടുത്തത്. ചില ക്യാമറകളൊന്നും അത്രത്തോളം ടെമ്പറേച്ചറൊന്നും താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ മേക്കിങ്. പക്ഷേ ഈ ഒരു ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റൽ ബോഡി കൂടെയാണ് വരുന്നത്. പിന്നെ നമ്മളൊരു വണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന്. അപ്പോൾ മൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാമറയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ എത്രത്തോളം പവർ കൺസപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ക്യാമറയുടെ പവർ കൺസപ്ഷൻ 4.6 വാട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു 12 വോൾട്ടാണ്, അതായത് 12 വോൾട്ട് DC ആണ് ഈ ഒരു ക്യാമറ പവർ എടുക്കുന്നത്. അപ്പോൾ അതിൽ 4.6 വാട്ട്സ് പവർ കൺസപ്ഷനാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു അടിച്ചാലും പൊട്ടാത്ത മോഡൽ ക്യാമറയാണെന്ന് പറഞ്ഞു. സാധാരണ കേസിനകത്ത് നമുക്കറിയാം IK സ്റ്റാൻഡേർഡുകൾ 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്. അതിൽ 10ാമത്തെ സ്റ്റാൻഡേർഡാണ് ഏറ്റവും കൂടിയ സ്റ്റാൻഡേർഡ്. ആ ഒരു സ്റ്റാൻഡേർഡിൽ വരുന്ന ക്യാമറയാണ് ഇത് കേട്ടോ. IK സ്റ്റാൻഡേർഡ് 4 എന്ന് പറഞ്ഞാൽ 0.5 ജൂൾ ഫോഴ്സാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് IK 10 ആയതുകൊണ്ട് ഇതിന് 20 ജൂൾ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, 20 ജൂൾ ഫോഴ്സ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, ഈ ഒരു ക്യാമറ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ മാത്രമല്ല കേട്ടോ, ഏത് ക്യാമറ പർച്ചേസ് ചെയ്യണമെങ്കിലും ഏത് CCTV പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുമെന്നാണ് എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കേരളത്തിലെ എവിടെ വേണമെങ്കിലും ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുമെന്നാണ് എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. പിന്നെ ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്നതാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഏകദേശം 8500 അതൊക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ. എക്സാക്റ്റ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ഇട്ട് ചോദിച്ചാൽ മതി. ഇത് വാൻഡൽ ഡോം ക്യാമറ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്യാമറയുടെ ഇത്രയും നല്ല പ്രത്യേകതകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. കൂടുതലായിട്ടും ഈ ഒരു ക്യാമറ സീലിംഗ് മൗണ്ട് മാത്രമാണ് വെക്കാൻ കഴിയുന്നത്. ഭിത്തിയിലൊക്കെ നിങ്ങൾ ഭിത്തിയിൽ ഇങ്ങനെ പോയിട്ട് പിടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ഒട്ടും സ്യൂട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കവർ ചെയ്ത് കിട്ടില്ല. കാരണം ഇതിൻ്റെ ലെൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉൾവശം. പക്ഷേ സീലിങ്ങിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്കയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാമറയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കേസിൽ ഇതുപോലുള്ള വാൻഡൽ ഡോം ക്യാമറകൾ വരുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഈ ഗ്ലാസ് ആക്ച്വലി ഒരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഇതുപോലുള്ള ക്യാമറകൾ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവരോട് പറയുന്നത് ഈ ഒരു ക്യാമറ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് റെക്കോർഡ് ചെയ്തത്. ഇപ്പോൾ റൂമിൽ നമ്മൾ കൊണ്ട് വെച്ചേക്കാന്ന് വിചാരിച്ചോ, നമ്മുടെ നേരെയാണോ ഈ ക്യാമറ തിരിഞ്ഞിരിക്കണത്, ഇനി അപ്പുറത്തിരിക്കണ അവൻ്റെ നേരെയാണോ തിരിഞ്ഞിരിക്കണത്, ഇവൻ്റെ നേരെയാണോ തിരിഞ്ഞിരിക്കണത് ഒന്നും ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പൊതുവെ. പക്ഷെ അത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ലെൻസ് കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ എങ്ങോട്ടാണ് ആരെയാണ് നോക്കിക്കൊണ്ടിരിക്കണത് എന്നുള്ള കാര്യം നമുക്ക് ഈ ലെൻസ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എൻ്റെ നേരെയാണ് തിരിഞ്ഞിരിക്കണമല്ലോ എന്നെനിക്ക് തോന്നും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അവർക്കിതൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിന് പകരം ആ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു സ്മോക്കി ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൊടുത്തായിരുന്നെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ആർക്കും ഇതിനകത്തുനിന്ന് കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അങ്ങനെയുള്ള ക്യാമറകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇക്യൂഷനെ അപേക്ഷിച്ച് ഇക്യൂഷൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യത്തിനകത്തൊന്നും യാതൊരു കുഴപ്പമില്ല, പക്കയാണ്. നമ്മുടെ ഇൻട്രൂഷൻ ഡിറ്റേഷനും മോഷൻ ഡിറ്റേഷൻ അലേർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇക്യൂഷനിൽ മാത്രമാണ്. പക്ഷേ സർവീസിൻ്റെ കേസിനകത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് CP Plusനകത്താണ്. കാരണം ഇവിടെ ഇത് ഈ ക്യാമറ അല്ല കേട്ടോ, CP Plusൻ്റെ ഒട്ടുമിക്ക ക്യാമറകൾ നമ്മൾ വലിയ പ്രൊജക്റ്റിൽ എനിക്ക് ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണെന്ന് ഞാൻ എപ്പോഴും എവിടെയും തുറന്ന് പറയും. കാരണം സർവീസ് ചെയ്ത് അവർ തരും. ഇപ്പം അത് ഇത് സർവീസ് ചെയ്യാൻ പറ്റിയല്ലോ കേട്ടോ, ഇത് വാറണ്ടി കഴിഞ്ഞു, ഇനി ഇത് മേടിക്കുന്നതിൻ്റെ 70% ആകുമെന്നൊന്നും മറ്റ് ചില പ്രമുഖ കമ്പനികൾ പറയുന്ന പോലെ CP Plusൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴത്തെ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ചുമന്ന രീതിയിലാണ് തെളിഞ്ഞ് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കിടപ്പുണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് എനി ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.